ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. ഇത് പുറത്തുനിന്നും കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു നൂഡിൽസ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. 500 ഗ്രാമിൻ്റെ പാക്കറ്റാണെങ്കിൽ നേരെ പകുതിയാക്കിയാൽ മതി. അപ്പോൾ ഇത് നമുക്കിനി വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കണം, ആ ഒരു രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഹക്ക നൂഡിൽസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 80% വേവ്, ആ ഒരു രീതിയിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ. കംപ്ലീറ്റ് കുക്കാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഒരു 80% വെന്ത് കിട്ടിയാൽ മാത്രം മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 1-2 ടീസ്പൂൺ എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കുക്കായി വരുമ്പോഴേക്കും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പിന്നെ സ്ട്രെയിൻ ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു 80% ആ ഒരു കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് സ്ട്രെയിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1-2 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് നൂഡിൽസ് ആക്കി എടുക്കുമ്പോഴേക്കും അത് ഒട്ടിപ്പിടിക്കല്ലേ, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലോട്ട് കുറച്ചൊന്ന് എണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ചിക്കൻ ചേർക്കുന്നുണ്ടെങ്കിൽ ചിക്കനൊന്ന് ഉപ്പും കുരുമുളക് പൊടിയും അല്ലെങ്കിൽ മുളക് പൊടിയോ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ ചേർക്കുന്നില്ല, അപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഒന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 3 മുട്ട ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചിക്കിയെടുക്കാം. ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ള മുട്ടയാണിത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രം വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അത്യാവശ്യം വലിയ പാത്രം തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ടൊരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നന്നായി ചൂടായി വരട്ടെ. അപ്പോൾ ഇതിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഗാർലിക്ക്, 1 ടേബിൾ സ്പൂണോളം ഗാർലിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പോളം സ്പ്രിംഗ് ഓനിയൻ, അതിൻ്റെ ലീഫ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഓനിയൻ മാത്രമാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത്, ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ക്യാപ്സിക്കം അരിഞ്ഞത്, ഞാൻ 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വീതം, ആ ഒരു രീതിയിൽ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് 3 കളറിലുള്ളതില്ലെങ്കിൽ ഒരു ചെറിയ ക്യാപ്സിക്കം എന്ന രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി കാബേജ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും ഒരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചപ്പ്, ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട്
ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അതും 1 ടേബിൾ സ്പൂണ് തന്നെയാണ് കേട്ടോ. 3ഉം ഓരോ ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഗ്രീൻ ചില്ലി സോസിന് പകരം റെഡ് ചില്ലി സോസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇതും ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് ഒരു 2-3 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഉപ്പും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് കുറേ ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ ഓൾറെഡി നൂഡിൽസ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു സോസിലൊക്കെ ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കുറേ കൂടുതൽ ചേർക്കേണ്ട, എന്നാലും കുറച്ച് നമുക്ക് ചേർക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് ചിക്കി എടുത്തിട്ടുള്ള ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർക്കുന്നെങ്കിൽ ഈ സമയത്ത് ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ്റെ ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് മെല്ലെ മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു നൂഡിൽസ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഉടഞ്ഞു പോയാൽ നമുക്ക് കഴിക്കാനൊട്ടും ടേസ്റ്റും ഉണ്ടാവില്ല, കാണാനും ഒട്ടും രസം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ മെല്ലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായി മിക്സായി കിട്ടുകയും വേണം, അതുപോലെ ഉടഞ്ഞു പോവാത്ത രീതിയിൽ മിക്സാക്കി എടുക്കുകയും വേണം. അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു നൂഡിൽസാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്